വർക്കല ശിവഗിരിയിലെ സ്വാമി സച്ചിദാനന്ദ ഇന്നലെ ഒരു പ്രസ്താവന പറഞ്ഞായിരുന്നു, സ്ത്രീകളെയും ശബരിമലയിൽ കയറ്റണമെന്ന്. ഒരു 99% അമ്പലങ്ങളിലും സ്ത്രീകൾ കയറുന്നുണ്ട്. പക്ഷെ ഒരു 90% മുസ്ലിം പള്ളികളോ ഒരു 50%ഓളം അത്ര ഇല്ലെങ്കിൽ പോലും ക്രിസ്ത്യൻ പള്ളികളോ സ്ത്രീകളെ കയറ്റുന്നില്ല. പക്ഷെ ഒരു ആത്മീയ നേതാക്കളോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എപ്പോഴും ശബരിമല മാത്രം എടുത്തു വെച്ചിട്ട് അതിലുള്ള ഒരു പ്രശ്നമാണ്, അത് സ്ത്രീകളെ കയറ്റുന്നില്ല എന്നുള്ള കാര്യം മാത്രം എടുത്ത് ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? മറ്റുള്ള മതങ്ങളിലും ഇല്ലേ? ആത്മീയ നേതാക്കൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു സമൂഹത്തിന്റെ വളർച്ചയെ കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാ മതങ്ങളെയും ബാലൻസ് ചെയ്ത് പറയണ്ടേ? എല്ലാ മതങ്ങളെ കുറിച്ചും പറയണ്ടേ? എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും രണ്ട് ചോദ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന്, സച്ചിദാനന്ദ സ്വാമി അല്ലെങ്കിൽ ശിവഗിരി മഠാധിപതി എന്തുകൊണ്ട് ഇത് പറയുന്നു? അദ്ദേഹം പഴയ SFIക്കാരനാണ്. അപ്പോൾ അതിൻ്റെ ഒരു SFI മനസ്സിൽ കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന്. പിന്നെ സമൂഹം മൊത്തത്തിൽ പറയുമ്പോൾ, സമൂഹം മൊത്തത്തിൽ എങ്ങനെ ചിന്തിക്കുന്നുവോ അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നതാണ് നവോത്ഥാനം എന്നൊരു ചിന്തയുണ്ട്. വലതുകാല് വെച്ച് എല്ലാവരും കയറുകയാണെങ്കിൽ ഇടതുകാല് വെച്ച് കയറുന്നതാണ് നവോത്ഥാനം. ഇനി ഇടതുകാല് വെച്ച് എല്ലാവരും കയറുകയാണെങ്കിൽ വലതുകാല് വെച്ച്, രണ്ട് കാലും കൊണ്ടാണ് കയറുമെങ്കിൽ ചാടി തവളച്ചാട്ടത്തിലൂടെ കയറുന്നതാണ് നവോത്ഥാനം. ഇതാണ് കേരളത്തിൻ്റെ നവോത്ഥാനം. എല്ലാവരും പറയുന്നതിനെ തിരിച്ചു പറയുക എന്നുള്ളതിനപ്പുറം വേറെ കഥ ഒന്നുമില്ല. ഗുരു നിത്യചൈതന്യയതി പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന ഒരു വാദം. ഗുരു ചൈതന്യയതി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനിയിപ്പോൾ സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞെങ്കിലും ഇതെല്ലാം വൺ വേ ട്രാഫിക്കാണ്. താങ്കൾ ചോദിച്ച പോലെ മുസ്ലിങ്ങളുടെ എല്ലാ പള്ളികളിലും സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പമുള്ള നിസ്കാര സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ല. പല പള്ളികളിലും സ്ത്രീകൾക്ക് ഇപ്പോഴും കയറാൻ പറ്റുകയുമില്ല. അവർക്ക് നിസ്കാര സ്ഥലവും വേറെയാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ പള്ളികൾ എടുത്തു കഴിഞ്ഞാൽ ലാറ്റിൻ കത്തോലിക്കയിലുള്ള പള്ളി ആളുകൾ അവർ മറ്റ് റോമൻ കത്തോലിക്കക്കാരുടെ പള്ളിയിൽ പോകാറില്ല. അതുപോലെ അവർ പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, റോമൻ കത്തോലിക്കയുണ്ട്, കത്തോലിക്ക പലതരത്തിൽ തന്നെ, കത്തോലിക്ക വിഭാഗം തന്നെ പല വിഭാഗമുണ്ട്. പിന്നെ ലാറ്റിൻ കത്തോലിക്ക എന്നൊക്കെ പറഞ്ഞ് പല പല വിഭാഗം, പെന്തക്കോസ്ത് ഉണ്ട് ഇതിനകത്ത്. ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ പല ടൈപ്പ് ആളുകളുണ്ട്. അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പള്ളിയിൽ കയറ്റുന്ന പ്രശ്നമില്ല, അവരനുവദിക്കുകയുമില്ല. അപ്പോൾ ഇത് അവിടെയും ഒരു പക്ഷേ സെമറ്റിക് മതങ്ങളായതുകൊണ്ടായിരിക്കാം അതിനകത്ത് കയറി അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ ചീത്ത കിട്ടും, തെറി കിട്ടും. അതിനേക്കാൾ നല്ലത് സ്വാതന്ത്ര്യമുള്ള ഹിന്ദു മതത്തിൽ അഭിപ്രായം പറയുന്നതല്ലേ എന്നുള്ളതും കൂടെ ആയിരിക്കാം. സ്വാമിയെ സംബന്ധിച്ച സ്വാമി പറഞ്ഞ അഭിപ്രായത്തോടൊന്നും ഒരു എതിർപ്പുമില്ല. കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തോ ഒരേ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്തതെന്നാണ് എൻ്റെ അറിവിൽ. മറ്റൊരു ക്ഷേത്രത്തിലും അങ്ങനെ സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത ക്ഷേത്രം അറിയില്ല. അങ്ങനെ ഇനിയുണ്ടെങ്കിൽ നമുക്കത് ചർച്ച ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് 1000 വട്ടം ചർച്ച ചെയ്യുകയും 10,000 വട്ടം പറയുകയും ചെയ്തിരിക്കുകയാണ്. സ്വാമി സച്ചിദാനന്ദൻ സ്വാമിജി അറിയേണ്ട ഒരു കാര്യം, ക്ഷേത്രത്തിൻ്റെ ഒന്നുകിൽ താങ്കൾക്ക് ക്ഷേത്രത്തിൻ്റെ ആചാര രീതികൾ അറിയില്ല, അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഭാവം എന്തെന്നറിയില്ല, അല്ലെങ്കിൽ ക്ഷേത്രം എന്ത് എന്ന് അങ്ങേക്ക് അറിയില്ല എന്ന് പറഞ്ഞതിൽ വിഷമം വിചാരിക്കരുത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അവിടെ വച്ചിരിക്കുന്ന വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ചിത്രം, ഒരു ശ്രീകൃഷ്ണൻ്റെയോ അയ്യപ്പൻ്റെയോ മുരുകൻ്റെയോ ശിവൻ്റെയോ ആരുടെ ആയിക്കോട്ടെ, ഒരു ചിത്രം ഒരു കലണ്ടറിൽ ഇരുന്നാൽ അതൊരു ചിത്രമാണ്, ദൈവത്തിൻ്റെ ചിത്രം. വേണമെങ്കിൽ തൊഴാം. പക്ഷേ അതൊരു വീട്ടിൽ വാങ്ങിച്ചു വയ്ക്കുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ശില്പം വാങ്ങിച്ചു വയ്ക്കുമ്പോൾ അത് കേവലം ശില്പമാണ്. പക്ഷേ ആ ശില്പത്തെ കുറച്ചുകൂടി അതിനെ തന്നെ ആയാലും അല്ലെങ്കിൽ വെറും ഒരു കല്ലെങ്കിലും എടുത്ത്, ഇപ്പോൾ ശിവലിംഗം എന്ന് പറഞ്ഞ് ശിവലിംഗം അല്ലല്ലോ ശരിക്ക് ശില്പി പണിത ശിവലിംഗം അല്ലല്ലോ ഗുരുദേവൻ അരുവിപ്പുറത്ത് വെച്ചത്, ഒരു കല്ലാണല്ലോ വെച്ചത്. അപ്പോൾ കല്ല് വെച്ചാലും അതിൽ സങ്കല്പ മാത്രേണ എന്നൊരു കാര്യമുണ്ട്. ഗുരുദേവൻ അവിടെ വെറും കല്ലിനെ അല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, കളവങ്കോട് സ്ഥലത്ത് കണ്ണാടി അല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. ഇതിൽ അലക്സാണ്ടർ ജേക്കബ് അടക്കമുള്ള ആളുകൾ വിവരക്കേടിൻ്റെ പറുദീസയായി കേരളം മുഴുക്ക പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ചേർത്തലയിലെ SNDP യോഗത്തിലും പോയി അദ്ദേഹം പറഞ്ഞ് കയ്യടിയൊക്കെ വാങ്ങുന്നുണ്ട്. അവിടെ കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠയല്ല. ഈ ഇടയ്ക്ക് ഉണ്ണി ബാലകൃഷ്ണനും നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിൽ പഴയ മാതൃഭൂമിയിലെ ഉണ്ടായിരുന്നു ഉണ്ണി ബാലകൃഷ്ണൻ ഏഷ്യാനെറ്റിൽ പറയുന്നുണ്ട് കണ്ണാടി പ്രതിഷ്ഠ എന്നൊക്കെ. കണ്ണാടി പ്രതിഷ്ഠയല്ല അവിടെ വച്ചിരിക്കുന്നത്. അവിടെ ഓം ശാന്തി എന്ന് എഴുതിയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ വിഗ്രഹവും വച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് കണ്ണാടിയിലേക്ക് പോയി, ഓം ശാന്തിയിലേക്ക് പോയി എന്നുള്ളത് വളരെ കൃത്യമായ ചരിത്രമുണ്ട്. നമ്മളത് മറ്റൊരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അത് അന്ന് അവിടെ കൂടിയ അമ്പലവാസികളായിട്ടുള്ള ആളുകളുടെ തർക്കം തീർക്കുന്നതിന് വേണ്ടി മാത്രം ഗുരുദേവൻ കണ്ടെത്തിയ ഉപായമാണെന്നും ഒക്കെ നമ്മൾ ഒരു കുട്ടൻ എന്ന് പറയുന്ന ഒരാൾ ഒരു ബഹളം ഉണ്ടാക്കിയത്, KC കുട്ടൻ ഉണ്ടാക്കിയ ബഹളവും അതിന് പരിഹാരവും ഒക്കെ അത് പറയുന്നുണ്ട് ആ വീഡിയോ. അത് മറ്റൊരു വീഡിയോ ആയതുകൊണ്ട് ഞാൻ വിശദമായി പറയുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ വീഡിയോ ഗാലറിയിൽ കയറിയാൽ സുഭാഷിതത്തിൽ തന്നെ അത് കിടപ്പുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു രീതിയാണ്.
എന്താണ് ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ സങ്കല്പം? ക്ഷേത്രത്തിൽ ദൈവത്തിൻ്റെ സങ്കല്പം കൃത്യമായി ഭാവത്തിൻ്റെ സങ്കല്പമുണ്ട്. മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഭാവ സങ്കല്പങ്ങളാണ് കൂടുതലും ദൈവമായി സങ്കല്പിക്കുക. സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് വേണ്ടി ബ്രഹ്മ വിഷ്ണു മഹേശ്വര സിദ്ധാന്തം വന്നു. ഇതൊക്കെ സ്വാമിജിയോടൊപ്പം ഇരുന്ന് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് ഒരുപക്ഷെ എൻ്റെ ഒരു ഗതികേടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ വളരെ ചെറിയ ആളായി അങ്ങനെ പറയുന്നത് ശരിയുമല്ല. എന്നാലും സൃഷ്ടിസ്ഥിതി സംഹാരമുണ്ട്. അത് കഴിഞ്ഞ് ശാക്തേയ രീതിയിലുള്ള ദേവി സമ്പ്രദായമുണ്ട്. മാടം കെട്ടി അവിടെ ഇഷ്ടമുള്ള ദേവതയെ വെച്ച് പൂജിക്കുന്നതിനെ മാടൻ എന്നും, അല്ലാതെ മാടൻ എന്ന് പറഞ്ഞ് കുറഞ്ഞ ദൈവമില്ല. അത് അത് വയൽ കൃഷി ചെയ്യുന്ന വയൽ കൃഷി ചെയ്തിരുന്ന ആളുകൾ ചെയ്തിരുന്നത് കൊണ്ട് അവർ പിന്നെ അധികാര സ്ഥാനത്തു നിന്ന് സമ്പത്തിന്റെ സ്ഥാനത്തു നിന്നൊക്കെ അടിച്ചു മാറ്റപ്പെട്ടത് കൊണ്ട് അവരെ സമ്പന്നവർഗം അവരെ കൈകാര്യം ചെയ്തത് മോശപ്പെട്ടവരായതുകൊണ്ട് പറഞ്ഞു നടന്നവരെ പറയന്മാരെന്നും, പാട്ടുപാടി നടന്നവരെ ഉടുക്കുകൊട്ടി പാടി നടന്ന എല്ലാവർക്കും സംഗീതം പകർന്നു കൊടുത്തവരെ പാണന്മാരെന്നും, പിന്നെ നെൽകൃഷി ചെയ്തവരെ പുലയന്മാരെന്നും ഒക്കെ പറഞ്ഞ് ആട്ടിപ്പായിച്ചപ്പോൾ അവർ മാടം പോലെ കെട്ടി മാടത്തിൽ വച്ചിരുന്ന ദൈവത്തെ മാടനെന്നും, മറ്റൊരമ്മയെ, നമ്മൾ ദേവി വിഗ്രഹമാണ് മറുത എന്ന് പറയുന്നത്, ആ മറുതായി എന്ന് വച്ചിരുന്ന വിഗ്രഹത്തെ മറുത എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി വിവരക്കേടിന്റെ ആൾരൂപമായിരുന്ന ആ ഒരു കാലം മാറി ഇപ്പോൾ അതെല്ലാം നന്നായി മനസ്സിലാക്കുന്ന കാലത്തിലാണ് നമ്മൾ പോകുന്നത്. കൃഷ്ണൻ എല്ലാ അമ്പലത്തിലും ഒരേ കൃഷ്ണനല്ല. അത് വയസ്സായ വിഷ്ണുവിന്റെ രൂപം പല രൂപത്തിലാണ്. വയസ്സായവരുണ്ട്, നേരെ നിൽക്കുന്ന അനന്തശയനം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അനന്തശയനം, അതുപോലെ തന്നെ അമ്പലപ്പുഴ പോയാൽ മറ്റൊരു ശ്രീകൃഷ്ണൻ, അതുപോലെ ശ്രീകൃഷ്ണന്റെ മറ്റൊരു ഭാവം, മറ്റൊരു രൂപം, ഗുരുവായൂർ പോയാൽ മറ്റൊരു ഭാവം, മറ്റൊരു രൂപം, അതുപോലെ തന്നെ ധനം, സമ്പത്ത്, അധികാരം, വിദ്യ, അവിദ്യ, ഇങ്ങനെ ഓരോന്നിനും ദൈവങ്ങളുണ്ട്. സരസ്വതി പൂജ, ലക്ഷ്മി പൂജ, ഇങ്ങനെ ഓരോന്നിനും, കാളി പൂജ, ഇതെല്ലാം വളരെ വ്യത്യസ്തമാണ്. അവിടുത്തെ ആചാരങ്ങളും വ്യത്യസ്തമാണ്, അനുഷ്ഠാനങ്ങളും വ്യത്യസ്തമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന സ്ഥലത്ത് ദോശയും ഇഡ്ഡലിയും ഒരേ മാവാണെങ്കിലും 2 അച്ചിലാണ് ചെയ്യുന്നത്. ദോശക്കല്ലിൽ ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റില്ല, ഇഡ്ഡലിത്തട്ടിൽ ദോശ ഉണ്ടാക്കാനും പറ്റില്ല. രണ്ടും ഒരേ മാവാണ്. അതേപോലെ തന്നെ ഏത് വിഷയം എടുത്തോളൂ, ഞാൻ വിഷയങ്ങളുടെ ഉദാഹരണ സഹിതം പറഞ്ഞു പോകുന്നില്ല. ശബരിമല അയ്യപ്പൻ നൈഷ്ഠിക ബ്രഹ്മചാരി ആണെന്നും, അങ്ങനെ നൈഷ്ഠിക ബ്രഹ്മചാരി സങ്കല്പം തന്നെയാണ്, സങ്കല്പം മാത്രേണ, സങ്കല്പത്തിലിരിക്കുന്ന ബ്രഹ്മചാരിയുടെ ഭാവത്തിലിരിക്കുന്ന ശബരിമലയിൽ ഈ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്ക് പോകാൻ കഴിയില്ല എന്നൊരു ആചാരം നൂറ്റാണ്ടുകളായി തുടർന്നു വരുന്നു. അതിൽ ഒരു സാമൂഹ്യ നീതിയുടെയും വിഷയമില്ല. ഓരോ ക്ഷേത്രങ്ങളിലും അങ്ങനെയാണ്. ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരണം, ചില ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരണ്ട. ചില ക്ഷേത്രങ്ങളിൽ അകത്തിരിക്കുന്ന പ്രധാനപ്പെട്ട ദേവസമ്പ്രദായത്തിലുള്ള പ്രധാനപ്പെട്ട ദേവതയുടെ ക്ഷേത്രത്തിൽ കയറാൻ ഷർട്ട് ഊരിയാൽ മതി, ബാക്കി പുറത്തുള്ള ദേവതകളെ ഇരിക്കാൻ ഷർട്ട് ഊരണ്ട. അതേ ദേവത, പുറത്തിരിക്കുന്ന ദേവതകൾ തന്നെ അകത്ത് പ്രധാന ദേവനായിരിക്കുന്ന അമ്പലത്തിൽ ചെല്ലുമ്പോൾ, ഉദാഹരണം പറഞ്ഞാൽ ഗണപതി, തിരുവനന്തപുരത്ത് ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, വളരെ പ്രസിദ്ധമാണ്. അവിടെ ഗണപതിയുടെ വിഗ്രഹം പുറത്ത് ഉപദേവനായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ അദ്ദേഹത്തിന്റെ മുന്നിൽ പോകാൻ ഷർട്ട് ഊരണ്ട. കൃഷ്ണനെ കാണണമെങ്കിൽ ഷർട്ട് ഊരണം. അതേസമയം പഴവങ്ങാട് ക്ഷേത്രത്തിൽ പോയാൽ ഗണപതിയാണ് പ്രധാന രൂപമായിരിക്കുന്നത്, അവിടെ പാൻറ് ഇട്ടുകൊണ്ട് കയറാൻ പറ്റില്ല. അപ്പൊ ഇത് ഓരോ സ്ഥലത്തിനും ഓരോ ആചാര രീതികൾ വച്ചിരിക്കുന്നതാണ്. ക്ഷേത്രം എന്ന് പറയുന്നത് സ്വകാര്യ ഇടമാണ്. ഡൈറ്റി എന്ന് പറയുന്നത് മൈനർ ആണ്. മൈനറായിട്ടുള്ള സ്വകാര്യ ഇടമായിട്ടുള്ള ഭാവരൂപ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരുന്ന ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ എന്തായിരിക്കണമെന്ന് തന്ത്രിയും മൂലമന്ത്രത്തിലൂടെയും അതുപോലെ തന്നെ ആചാര്യസഭയുമാണ് തീരുമാനിക്കുന്നത്. അതിലൊരു സന്യാസിക്ക് ഒരു അവകാശമില്ല, ഒരു നിത്യചേതന യതിക്ക് ഒരു അവകാശമില്ല, നിങ്ങൾക്കും എനിക്കും ഒരു അവകാശമില്ല. എന്തെന്നാൽ രോഗത്തെക്കുറിച്ച് നിർണ്ണയിക്കുവാൻ ഏറ്റവും നല്ല അവകാശമുള്ളത് ഡോക്ടർമാർക്കാണ്. ബാക്കിയുള്ളവർക്ക് മരുന്ന് കൊടുക്കാം, പക്ഷെ ഡോക്ടറാണ് യഥാർത്ഥത്തിൽ രോഗത്തെക്കുറിച്ച് പറയേണ്ടത്. വക്കീലാണ് കേസുകൾ സാധാരണക്കാർക്കും ബാധിക്കാം, പക്ഷെ വക്കീലാണ് കേസ് വാദിക്കാൻ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ആളുകളെ ശുശ്രൂഷിക്കാൻ നഴ്സിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, പ്രസവിക്കാൻ അമ്മയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോന്ന് പ്രകൃതിയിലും നമ്മളും ചിട്ടയായി കൊണ്ടുവന്നിട്ടുണ്ട്. ട്രാൻസ്പോർട്ട്, ബസ് ഓടിക്കാൻ ഡ്രൈവറെയാണ് ചുമതലപ്പെടുത്തുന്നത്. എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയാം, പക്ഷെ നിയോഗിച്ച ഡ്രൈവർ മാത്രമേ അപ്പോൾ ഓടിക്കുകയുള്ളൂ. അല്ലാതെ എല്ലാ ഡ്രൈവിംഗ് അറിയാന്നുള്ളവരും കൂടെ കയറി ഓടിക്കത്തില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ശീലങ്ങളും ചിട്ടകളും ആചാരങ്ങളുമാണ്. ആചരിക്കുന്നവയാണ് ആചാരങ്ങൾ. അവയെ നമുക്ക് മാറ്റണോ വേണ്ടേ എന്നുള്ളത് മനുഷ്യന് ഉപദ്രവമുള്ള
മനുഷ്യന് ദോഷകരമായത് മാറ്റുക, നല്ലതാണെങ്കിൽ നന്മയുള്ളത് തുടരുക എന്ന് തന്നെയാണ് മാനവരാശി ചെയ്യുന്നത്. അപ്പോൾ ഭാവത്തിലുള്ള, രൂപത്തിലുള്ള, അതിൻ്റെ ന്യായാന്യായങ്ങളിലേക്ക് വരുന്ന ദൈവസങ്കല്പത്തിൽ തന്ത്രിയും താന്ത്രിക സംവിധാനവും തന്ത്രവിദ്യകളും മന്ത്രവും ഒക്കെ തന്നെയാണ്, മൂലമന്ത്രവും ഒക്കെ തന്നെയാണ് പ്രതിഷ്ഠകളെയും ആചാര്യന്മാരെയും ഒക്കെ അവിടെ എന്താചരിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ നൂറ്റാണ്ടുകളായി തീരുമാനിച്ചു വച്ചിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ ഈ ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് അവിടെ 10നും 50നും ഇടയ്ക്കുള്ള പ്രസവിക്കുന്ന സ്ത്രീകൾ, പ്രസവ സമയത്തുള്ള സ്ത്രീകൾ എന്ന് 10 വയസ്സ് കഴിയുമ്പോൾ പ്രസവം നിൽക്കുമെന്നാണല്ലോ, ഈ മാസമുറയൊക്കെ നിന്ന് പ്രസവിക്കാനുള്ള കപ്പാസിറ്റി കഴിയുമെന്നാണല്ലോ. അപ്പോൾ അതിന് ഇടയ്ക്കുള്ള സ്ത്രീകൾ ചെന്നാൽ അമ്മയാണ് അവിടെ ചെല്ലുന്നതെന്നും അമ്മയുടെ ഭാവത്തിലിരുന്നാൽ അവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ ഉപാസനയിലിരിക്കുന്ന, ധ്യാനത്തിലിരിക്കുന്ന മകൻ എന്നുള്ള സങ്കല്പത്തിലിരിക്കുന്ന മണികണ്ഠന് അല്ലെങ്കിൽ അയ്യപ്പന് എഴുന്നേൽക്കേണ്ടി വരും. അത് അത്തരത്തിലുള്ള ചില വിശ്വാസ പ്രമാണങ്ങളുടെ പുറത്താണ് ആ കല്ല് അയ്യപ്പനായി മാറിയത്. 1900 എന്നോ ആരോ കിട്ടിയ, വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപക്ഷെ പരശുരാമൻ്റെ കാലത്തായിരിക്കും കിട്ടിയ ഒരു ക്ഷേത്രത്തിൽ പിന്നെ ആര്യന്മാരും ബുദ്ധന്മാരും ജൈനന്മാരും ഒരുപാട് ആളുകൾ അവിടെ പല രൂപത്തിൽ ആരാധിച്ചു വരികയും അവിടെ പോയി തൊഴുകയൊക്കെ ചെയ്തെങ്കിലും 1950 ശേഷം അവിടെ കെട്ടിയിരിക്കുന്ന ക്ഷേത്രമെന്ന് പറയുന്നത് നൈഷ്ഠിക ബ്രഹ്മചാരിയുടെ കൺസെപ്റ്റ് അനുസരിച്ചുള്ള പുനഃപ്രതിഷ്ഠാ ക്ഷേത്രമാണ്. അങ്ങനെ ഒരു വിഗ്രഹ പുനഃപ്രതിഷ്ഠ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആചാരങ്ങൾ അനുസരിക്കുക മാത്രമേ ഹിന്ദുവിനു കരണീയമായിട്ടുള്ളൂ. അതാണ് ഹിന്ദു വിശ്വാസം. അപ്പോൾ താങ്കൾ വിശ്വാസം എന്ന് പറയുന്നതിനകത്ത് ഒരു വേറെ വെള്ളം ചേർക്കരുത്. അങ്ങനെ ചേർക്കുന്നത് ശരിയല്ല. കാരണം ഈ സങ്കല്പങ്ങളും ഈ രീതികളും എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങ് ഒരിക്കലും ഇങ്ങനെ ഒരഭിപ്രായം പറയില്ല. ഓരോ ക്ഷേത്രത്തിലും ഓരോ രീതിയാണ്. അത് ഗുരുദേവൻ പ്രതിഷ്ഠിച്ച 34 ക്ഷേത്രങ്ങളിലും 34 രീതിയാണ് പൂജയ്ക്കുള്ളത്. എല്ലായിടത്തും ഒരുപോലല്ല. അപ്പോൾ ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ ഭാവങ്ങൾക്കനുസരിച്ച്, രൂപങ്ങൾക്കനുസരിച്ച്, മൂലമന്ത്രങ്ങൾക്കനുസരിച്ച് ആചാരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദയവായി അങ്ങ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്നതിന് മുമ്പേ ആചാര്യസഭയുമായും താന്ത്രിക സഭയുമായി, അപ്പോൾ താന്ത്രിക സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണ സമുദായത്തിലോ അയ്യർ സമുദായത്തിലൊക്കെ പെട്ടവരും താങ്കൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവരാണെന്ന് ചിന്തിച്ച് പോയാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. താങ്കൾ ജാതി മാറ്റിവെച്ച് ചിന്തിച്ചാൽ, ജാതിയും മതവും ഒന്നും ഇല്ല എന്നുള്ള അർത്ഥത്തിൽ ചിന്തിച്ചാൽ, താന്ത്രിക വിദ്യ അല്ലെങ്കിൽ തന്ത്രികൾ എന്ന് പറയുന്നവർ ഏത് സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, താന്ത്രിക വിദ്യ പഠിച്ച ആർക്കും തന്ത്രികളാകാൻ പറ്റുന്ന ഒരു കാലത്താണ് നമ്മൾ താമസിക്കുന്നത്. തന്ത്രപീഠത്തിൽ പോയി, താന്ത്രിക പീഠത്തിൽ പോയി താന്ത്രിക വിദ്യ പഠിച്ചിട്ടുള്ള ആരും തന്ത്രികളാണ്. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ഉള്ള ഒരു ആചാര്യസഭയാണ് ഇതിൽ അഭിപ്രായം പറഞ്ഞാൽ പിന്നെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പലതും മാറിയിട്ടുണ്ട്, മാറ്റേണ്ടതാണ്. ദോഷ പരിഹാരാർത്ഥമാണ് എല്ലാം മാറിയിട്ടുള്ളത്, അല്ലാതെ മറ്റൊന്നും മാറ്റാൻ കഴിയുകയില്ല. ഒരു കാര്യം ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. അത് വേണമെങ്കിൽ ഹിന്ദു വിശ്വാസികൾക്ക് മാത്രമാണ് പ്രവേശനമെന്ന് പറയാം. അത്രയെങ്കിലുമൊക്കെ മാറേണ്ടതാണ്. അല്ലാതെ ആർക്ക് വേണോ പ്രവേശിക്കാം എന്ന് പറയാൻ കാരണം ഹിന്ദു ക്ഷേത്രമാണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു ക്ഷേത്രം എന്നുള്ളതിന് വിശ്വാസികൾക്കുള്ളതാണ് ക്ഷേത്രം. അപ്പോൾ അവിടെ വിശ്വാസികൾക്ക് മാത്രം എന്ന് എഴുതി വെച്ചാലും വേണ്ടിവരും. അങ്ങനെയാണ് എഴുതി വെക്കണമെന്നുണ്ടെങ്കിൽ ഗുരുവായൂർക്കാരൊന്ന് ആലോചിക്കുക. ഇവിടെ വിശ്വാസികൾ മാത്രം ക്ഷേത്രത്തിൽ പ്രവേശിക്കുക എന്നുള്ള, അവിശ്വാസികളുടെ ടൂറിസ്റ്റ് പ്ലേസ് അല്ല ക്ഷേത്രം. അത് ഞാൻ പറഞ്ഞ പോലെ വിഗ്രഹം വിശേഷാൽ ഗ്രഹിക്കാനുള്ളതാണ്. ക്ഷേത്രം ക്ഷയിക്കുന്ന സ്ഥലമല്ല. അതിൻ്റെ ചൈതന്യം വേറെ, സങ്കല്പം വേറെ, എല്ലാം വേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് മൈനറായിട്ടുള്ള ഡൈറ്റി, പ്രതിമ അല്ലെങ്കിൽ വിഗ്രഹത്തെ അല്ലെങ്കിൽ പ്രതിഷ്ഠയെ അതിൻ്റെ ആചാരക്രമങ്ങൾ അനുസരിച്ച് തന്നെ അതിൻ്റെ രക്ഷാകർത്തൃത്വം നോക്കുന്നവർ, ദേവസ്വം ബോർഡൊന്നുമല്ല നോക്കുന്നവർ, സർക്കാരുമല്ല നോക്കുന്നവർ പറയുന്ന അഭിപ്രായത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് മാത്രമേ നമുക്കവിടെ സന്ദർശിക്കാൻ കഴിയൂ. അത് ഒരു സ്വകാര്യ ഇടമാണ്. ദേവനും ദേവിയും ദേവതമാരും ഇരിക്കുന്ന സ്വകാര്യ ഇടമാണ് അമ്പലം. അത് പൊതു കേന്ദ്രങ്ങളെ അല്ല.